നടനും സ്റ്റേജ് ആർട്ടിസ്റ്റും കലാകാരനും കോമഡി താരവുമൊക്കെയാണ് കണ്ണൻ സാഗർ. അദ്ദേഹം കല കടാക്ഷിക്കാത്ത ദിവസങ്ങളിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഒരു കട നടത്തുക എന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആശയമായിരുന്നു. എന്നാൽ കലാകാരന് കച്ചവടം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നൊരു സ്വാഭാവിക സംശയമുണ്ടാവും. കലയും കച്ചവടവും രണ്ട് ധ്രുവങ്ങളിലാണ്. എങ്കിലും അദ്ദേഹം കച്ചവട രംഗത്ത് പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കച്ചവടവും ഒരു കല തന്നെയാണ്. ഇടപെടലുകൾ, കൊടുക്കൽ വാങ്ങൽ, കടം പറയൽ. താമസിച്ചാൽ നമുക്ക് ചോദിക്കേണ്ട കടമയുള്ളതല്ലേ? അങ്ങനെ ചോദിച്ചു പോയാലോ വാങ്ങുന്നവരുടെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു വികാരം ജനിക്കും. ചിലപ്പോൾ രൂക്ഷമായി നോക്കും. അല്ലെങ്കിൽ ഇനി കടം തീർത്തിട്ടേ സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ, കട ഇവിടെ മാത്രമല്ലല്ലോ എന്ന പരാതിയും. ഇതിനു മുമ്പ് മേടിച്ചപ്പോൾ കൃത്യമായി തന്നില്ലേ, പിന്നെന്താ എന്നുള്ള മനസ്സിൽ കുത്തുന്ന വാക്കുകൾ കൊണ്ടൊരടിയും. പിന്നെ നിങ്ങൾക്കൊരു ഗുണമാകട്ടെ എന്ന് കരുതിയ ഇങ്ങോട്ട് വന്നതും എന്ന മനോഭാവവും. ഇത് 10 പേരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന ധാർഷ്ട്യവും. ഈ ലോകത്ത് ഈ കുഞ്ഞു കടയിൽ മാത്രമല്ല കേട്ടോ, ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ഒരു ഭാഗം മാത്രമാണിത്. സൗമ്യമായി വിശേഷങ്ങൾ തിരക്കി അവരുടെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചോ തൊഴിൽ എങ്ങനെ പോകുന്നെന്നോ നാട്ടുവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് യാത്രകൾ പോയതിനെക്കുറിച്ച് ചോദിച്ചും ശത്രുതയുള്ളവരെക്കുറിച്ച് കേട്ടറിഞ്ഞ് അല്പം എരിയും പുളിവും ചവർപ്പും തെറിയും നിറഞ്ഞ സംസാരങ്ങൾ ആസ്വദിച്ചും അങ്ങനെ നിൽക്കണം. ഇവരുടെ ശത്രുക്കൾ ഇവിടെ വരാറുണ്ടെന്ന് ഒരു വാക്ക് മിണ്ടരുത്. പിന്നെ പറ്റുമില്ല, വരവും നിൽക്കും. തരാനുള്ളത് ഗോവിന്ദയുമാകും. നമ്മളും വരുന്നവരെ അങ്ങനെ സുഖിപ്പിച്ച് നിർത്തണം എന്നർത്ഥം. ദേഷ്യമോ നീരസത്തോടെയോ ചൂടായോ അർത്ഥം വെച്ചോ സംസാരം വന്നാൽ ഒരു കസ്റ്റമർ നഷ്ടമാകും. കലാമേഖലയിൽ നിന്നും കച്ചവട മേഖലയിൽ വന്ന് ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ വിഷമിച്ചിരുന്നു, പറ്റിക്കപ്പെട്ടിരുന്നു. കച്ചവട തന്ത്രങ്ങൾ അറിയില്ലെന്നും നിങ്ങൾക്ക് ചേർന്നതല്ല ഈ മേഖലയെന്നും പലരും ആവർത്തിച്ച് സൂചിപ്പിക്കുകയും അവിടെ നിന്നും പതറാതെ പാഠങ്ങൾ ഒരുപാട് പഠിച്ചു. കലയെപ്പോഴും കടാക്ഷിക്കാത്ത ദിനങ്ങൾക്ക് കുടുംബത്തിൻ്റെ ഭദ്രതയും നിത്യചെലവുകൾക്കും ഒരു മാർഗം വേണമെന്ന ചിന്തയിൽ സ്വന്തം ഭാര്യയുടെ ഉള്ളിലുദിച്ച തോന്നലാണ് ഈ കടയുടെ പിറവി തന്നെ. ഇടപെടലുകൾ, സംസാര രീതികൾ, പ്രവർത്തികൾ, സൗഹൃദം, സ്നേഹം, ഇത് മാത്രം പുറത്തെടുത്ത് മുന്നോട്ട് പോവുകയാണ് നിലനിൽപ്പിന് ആധാരം. അല്ലേലും അങ്ങനെ ആകാവൂ. കാരണം പല സ്വഭാവക്കാരും സമ്പത്തിൽ ഏറിയും ഇറങ്ങി നിൽക്കുന്ന മനുഷ്യരും പദം പറഞ്ഞ് കടം വാങ്ങുന്നവരും ഉടനെ തന്നേക്കാമെന്ന് പറഞ്ഞ് കടം വാങ്ങുന്നവരും പറ്റുകളിൽ കൃത്രിമത്വമുണ്ടെന്ന് പറഞ്ഞ് പണം കുറയ്ക്കുന്നവരും നീണ്ടനാൾ കടം പറഞ്ഞ് പോകുന്നവരും സാധനങ്ങൾക്ക് കൃത്യം പണം തരുന്നവരും അങ്ങനെ വാങ്ങലുകാർ പലവിധം. ഈ വിഷുദിനത്തിൽ ഉച്ചയായപ്പോൾ ഒരു ചേച്ചി വന്ന് 1 കിലോ അരി വാങ്ങി. ഇനി കറിക്കുള്ളത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയും അവരുടെ നിസ്സഹായ അവസ്ഥയും മനസ്സിൽ നിന്നും മായുന്നില്ല. എൻ്റെ ഈ കുഞ്ഞു കടയിൽ ആവശ്യത്തിനുള്ളത് ചേച്ചിക്ക് എടുക്കാം, പണം പിന്നീടെന്ന് പറഞ്ഞിട്ടും കടം കിടന്നാൽ ബാധ്യതയാകുമെന്നും പറഞ്ഞ് ആ അരിയുമായി അവർ നടന്നുപോയി. ഇങ്ങനെയുമുണ്ട് ചില മനുഷ്യർ എന്ന് കണ്ണൻ സാഗർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഒരു കലാകാരന് കച്ചവടം എന്നത് കച്ചവടം മാത്രമല്ലെന്നും അതിനകത്ത് കലയുടെ മനുഷ്യസ്പർശമുണ്ടെന്നും അദ്ദേഹം പറയാതെ പറയുകയാണ്.